ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മറ്റുള്ളവരെ ദാരിദ്ര്യം വിളിച്ചു പറഞ്ഞ് കുത്തുന്നോടാ. ഞാൻ ഒരു ഗതിയും പരഗതിയില്ലാതെ നടക്കുന്നവനാണല്ലേ. ശാലിനി എന്റെ ഭാര്യ, നിനക്കെന്താണ് പന്നി കുഴപ്പം? നിന്നെ കുറെ ദിവസമായിട്ട് ഭാവിയിൽ നാടിന് വലിയൊരു ആപത്താണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ ഹരിത കേരളം പരിപാടിക്ക് ആദ്യമേ തന്നെ എന്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒപ്പം ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ജനനന്മ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. കളക്ടറുടെ പ്രസംഗത്തിൽ നിന്ന് തന്നെ വാക്കുകളുടെ എളിമയിലാഴ്ത്തിയോ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം നമ്മുടെ കളക്ടർക്ക് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. ഇതുപോലെ സാധാരണക്കാരന്റെ ശബ്ദമാകാനേ സാധിക്കൂ. കാരണം കളക്ടർ സാധാരണക്കാരിൽ സാധാരണക്കാരിയാണ്. മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിലിരുന്ന് പഠിച്ചു എന്ന് പറയുന്നതിലെ കരി പിടിച്ച മണ്ണെണ്ണ വിളക്ക് കണ്ടു വളർന്നതിന്റെ അനുഭവകതയുള്ളവളാണ്. ഹോട്ടൽ പാത്രം കഴുകിയും അടുക്കള പണി ചെയ്തും അതിനിടയിൽ പഠിച്ചും പട്ടിണി കിടന്നും നേടിയെടുത്തതാണ് ഈ കളക്ടർ പദവി. എന്ന് വെച്ചാൽ ഏറ്റവും താഴെക്കടയിലുള്ള ജീവിതം. ശരിക്കും പറഞ്ഞ ദാരിദ്ര്യത്തിന്റെ പടുവഴി. ഇതെങ്ങോട്ടാ മാഡം എടിയും പറഞ്ഞു പോന്നെ? കൊല്ലാനാണോ വളർത്താനാണോ? എന്തായാലും വളർത്താനല്ല. കുടുംബത്തെ ശ്രദ്ധിക്കാത്ത അച്ഛൻ, 3 പെൺമക്കളെ പോറ്റാനായി ചായക്കട പണി ചെയ്യുന്ന അമ്മ, നമ്മളൊക്കെ ആണെങ്കിൽ നാട് വിട്ട് ഓടിപ്പോയേക്കുന്ന ജീവിത സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്നാണ് നമ്മുടെ കളക്ടർ ഈ നിലയിലായത്. നമ്മളെ പൂവിട്ട് പൂജിക്കണം ഈ കളക്ടറെ. പൂക്കള് വാരി വെതറുകയാണല്ലോ മാഡം. ഇത് പൊക്കി പറയുന്നതല്ലോ, ലക്ഷ്യം മറ്റെന്തോ ആണ്. കളക്ടറുടെ എളിമയിൽ ആഴ്ത്തിയൊന്നും അവിടെ ഒതുങ്ങുന്നതായിരുന്നില്ല. വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ ഒരു ഡോക്ടറെയോ ഒരു എഞ്ചിനീയറെയോ അതോ ഒരേ മേഖലയിൽ ഒരേ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കളക്ടറെയോ അല്ല വരനായി തിരഞ്ഞെടുത്തത്. കേവലം ഒരു ഡ്രൈവറാണ്. ഒരു പണിയില്ലാതെ തെക്കും വടക്കും നടക്കുന്ന ഒരാൾക്ക് ഒരു ജീവിതം കൊടുക്കുകയും അയാളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനായി തന്റെ സ്വാധീനത്താൽ ഡ്രൈവറാക്കി കൂടെ നിർത്തുകയും ചെയ്ത നമ്മുടെ കളക്ടറുടെ നല്ല മനസ്സിന് എത്ര സ്തുതിഗീതം പാടിയാലും മതിയാവില്ല സുഹൃത്തുക്കളെ, മതിയാവില്ല. ഇനിയും വാക്കുകൾ ദീർഘിപ്പിച്ച് ജോലി ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന നിങ്ങളുടെ ഊർജ്ജസ്വലതയ്ക്ക് ഞാൻ മങ്ങലേൽപ്പിക്കുന്നു. ശുചീകരണ വാരം മൺവെട്ടി കൊണ്ട് കൊത്തിക്കളച്ച് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്ന ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിന്റെ തിരക്കുകൾ കൊണ്ട് എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ട് ആ കർമ്മം നിർവഹിക്കാൻ പാവങ്ങളുടെ കളക്ടർ എന്ന പേരിന് അർഹയായ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിനെ ഈ ചടങ്ങ് നിർവഹിക്കാൻ ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. എന്നെക്കുറിച്ച് എന്റെ ജീവചരിത്രം കാണാതെ പഠിച്ചു പറഞ്ഞ എന്റെ സഹപ്രവർത്തകനും സുഹൃത്തുമായ ADM ജോൺ എബ്രഹാമിന് സ്നേഹത്തോടെ ഒരു മറുപടി നന്ദിയുടെ രൂപത്തിൽ പറയട്ടെ. അനുഭവങ്ങളാണ് നമുക്ക് വഴികാട്ടി. ആ വഴിയിലൂടെ ഒറ്റയ്ക്ക് പാത വെട്ടി വന്നവർ തീർച്ചയായും ഒറ്റക്കൊമ്പന്മാരുടെ ഗണത്തിൽപ്പെടുന്നവർ തന്നെയായിരിക്കും. അവരെ വീഴ്ത്താൻ ഇതുപോലെ ചെറിയ വാരിക്കുഴിയൊന്നും പോരാ. അതിലവര് വീഴുകയില്ല. പിന്നെ ആദ്യം പറഞ്ഞ ആ മണ്ണെണ്ണ വിളക്കിന്റെ ചെറിയൊരു വെട്ടമുണ്ടല്ലോ, അത് ഈശ്വരൻ കനിഞ്ഞു നൽകിയ ജീവിത മുന്നേറ്റത്തിനുള്ള കരുത്ത് പകർന്ന വെളിച്ചമാണ്. അതൊരു കത്രീന ചുഴലിക്കാറ്റിലും അങ്ങനെ അങ്ങ് കെട്ടുപോകത്തുമില്ല. നിറഞ്ഞ മനസ്സോടെ ഞാൻ ഈ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊള്ളുന്നു. ഇനി എല്ലാവർക്കും അവരവരുടെ ജോലികളിലേക്ക് കടക്കാം. തൽക്കാലത്തേക്ക് ജോൺസാറിന്റെ വയറ് നിറഞ്ഞെന്ന് തോന്നുന്നു. അതങ്ങനെയൊന്നും അടങ്ങുന്ന ടൈപ്പല്ല. നോക്കിക്കോ, അടുത്ത
കണിവെക്കാനുള്ള തന്ത്രം ഇപ്പോഴേ അയാൾ പ്ലാൻ ചെയ്ത് തുടങ്ങും. എല്ലാ സ്റ്റാഫുകളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് എല്ലാവരും ഉത്സാഹത്തോടെയും ആത്മാർത്ഥതയോടെയും പണികൾ ചെയ്യണം. ഇന്നത്തെ ഉച്ചഭക്ഷണം എല്ലാവർക്കും ബിരിയാണിയാണെന്നുള്ള സന്തോഷ വാർത്തയും ഇതോടൊപ്പം ഞാൻ അറിയിക്കുകയാണ്. സാറേ, ഒരാള് സാറിനെ കാണാൻ വേണ്ടിയിട്ട് ആ വാഷ്റൂമിന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എന്തോ സാറ് വാങ്ങിക്കാൻ വിട്ടത് കൊണ്ടുവന്നാ പറഞ്ഞേ. അവനോട് വൈകിട്ട് കൊണ്ടുവരാനാണെന്ന് ഞാൻ പറഞ്ഞേ. എന്തായാലും വാങ്ങിച്ചത് സാറേ, അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും കാണും. സംഗതി മറ്റേതാ, ചെന്ന് വാങ്ങിക്കൂ സാറേ. എന്ത് പറ്റിയത്? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്നെ ഭരിക്കാനൊന്നും പറയണ്ട കേട്ടല്ലോ. അവന്റെ ഒരു മറ്റേത് പോടെ. എന്താടോ, എന്തിനാ താനിങ്ങോട്ട് വന്നേ? വാഷ്റൂമിക്ക് എന്തിനാ സാറേ വരിക? മുള്ളാനല്ലേ? പക്ഷെ ഞാനിപ്പോ വന്നതേ അതിനല്ല, സാറിനിട്ട് രണ്ടെണ്ണം ശരിക്ക് തരാനാ. മറ്റുള്ളവരെ ദാരിദ്ര്യം വിളിച്ചു പറഞ്ഞ് കുത്തുന്നോടാ. ഞാൻ ഒരു ഗതിയും പരഗതിയില്ലാതെ നടക്കുന്നവനാണല്ലേ? ശാലിനി എന്റെ ഭാര്യ, നിനക്കെന്താടാ വന്നി കുഴപ്പം? നിന്നെ കുറെ ദിവസമായിട്ട് നിന്നെ എടാ, നിനക്ക് ഞാൻ ആരാന്നറിയോടാ? നിന്റെ പണി ഞാൻ തെറിപ്പിക്കും. എങ്കിൽ നിന്റെ ചങ്ക് ഞാൻ കുത്തിപ്പൊട്ടിക്കും കേട്ടാ. നീ ആരാന്ന് എന്നോട് ചോദിച്ചില്ലേ? നിനക്ക് ഞാൻ ആരാന്നറിയോടാ?